ഹലോ, നമുക്കിന്ന് കുറച്ച് കണവ കിട്ടിയിട്ടുണ്ടായിരുന്നു. കണവ വെച്ച് നമുക്കിന്നൊരു കൂന്തൽ നിറച്ചിരുന്നു. കൂന്തൽ എന്ന് പറഞ്ഞാൽ കണവ തന്നെയാണ് കേട്ടോ. കൂന്തൽ നിറച്ചത് ചെയ്യാം. കാരണം കുറേ നാളായിട്ട് ഇത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് എന്താക്കാം, പാൻ ചൂടാക്കി എണ്ണ അതിലേക്ക് ഒഴിച്ച് എണ്ണ തിളച്ച് വരുമ്പോഴത്തേക്കും എന്താക്കുക, അതിനകത്തേക്ക് സവാള ഇടുക. സവാള ഇട്ട് അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് നല്ലപോലെ മസാല ഒന്ന് സെറ്റാക്കാം. മസാല നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് മസാല പൗഡേഴ്സ് ഇടാം. അതായത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ടൈപ്പ് മീറ്റ് മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ഏതാണെന്ന് വെച്ച് ഇടാം. ഞാനിവിടെ ചിക്കൻ മസാലയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ചിക്കൻ മസാല ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി നന്നായിട്ട് ഇതാക്കുക. എന്നിട്ടൊരു ഇച്ചിരി ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം, അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആവശ്യത്തിന് ചേർക്കാം. ഇത് നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ വിട്ടുപോയൊരു കേസുണ്ട്. അതിലേക്ക് കണവയുടെ ചെറിയ പാർട്സും കൂടി ചേർത്തൊന്ന് മിക്സ് ആക്കണം കേട്ടോ. അത് ഞാൻ ഇതിനകത്ത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ശേഷം ഈ മസാല കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ കണവ എടുത്തിട്ട് ആ പോക്കറ്റിലേക്ക് ഈ ഒരു മസാല ഫില്ലിങ് നമുക്ക് വെച്ച് സെറ്റ് ചെയ്യണം. അത് അതിനകത്തേക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ക്രൂവർ വെച്ചിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇഡ്ഡലി കുട്ടും എടുത്തിട്ട് അതിലേക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ്സ് മതിയാവും. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാനുണ്ട്. അപ്പോൾ പൊരിക്കാനുള്ള മസാല സെറ്റാക്കാം. അപ്പോൾ മസാലയിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്, കുറച്ച് ആവശ്യത്തിന് എണ്ണ, ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് മസാല റെഡിയാക്കുക. ഈ റെഡിയാക്കിയ മസാല നമുക്ക് ഈ കണവയിലേക്ക് നല്ലപോലെ പുരട്ടി കൊടുക്കേണ്ടതുകൊണ്ട് നന്നായിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് സെറ്റാക്കി വെക്കണം. എല്ലാ കണവയിലും അതെല്ലാം സെറ്റാക്കിയതിന് ശേഷം എണ്ണ ചൂടാക്കി അതിലേക്ക് ഈ കണവ ഇട്ട് കൊടുക്കാം. ഇത് പൊരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അടച്ചു വെച്ചിട്ട് ഇത് വേവിക്കാൻ ശ്രമിക്കാം. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സിൻ്റെ ആവശ്യമുള്ളൂ. ഒരുപാടിട്ട് ഭയങ്കര ഡ്രൈ ഫ്രൈ ആക്കി ഭയങ്കര ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അപ്പുറം ഇപ്പുറം ഒന്ന് മൊരിഞ്ഞ് വരണം, അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 പ്രാവശ്യം ഇട്ടിട്ട് നമുക്കിത് എടുക്കാവുന്നതാണ്, സെർവ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് എന്താ പറയുക, ഒരുപാട് ടൈമിംഗ് ഒന്നുമില്ല. മസാല ഉണ്ടാക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇതാണ് ലാസ്റ്റ് ഔട്ട്പുട്ട്. എന്തായാലും ഞാനിത് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. നൈസ് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. സംഭവം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.